വെരി ഗുഡ് മോർണിംഗ്, വണ്ടർഫുൾ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഏറ്റവും വളരെ റീസെന്റ് ആയിട്ടും വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് അവതരിപ്പിച്ച ഐഡ്വെൽ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ പറ്റി വളരെ ബ്രീഫ് ആയിട്ടൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ 2014 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വന്നു. ഏകദേശം ഒരു 10-ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു കാലയളവ് കൊണ്ട് നാളിതുവരെ കമ്പനിക്ക് ഉണ്ടായിരുന്നത് പേറ്റന്റഡ് ആയിട്ടുള്ള വെറും 5 ഉൽപ്പന്നങ്ങളായിരുന്നു. ഐ പൾസ്, ഐ കോഫി, ഐ കെയർ, ഐ സ്ലിം ആൻഡ് ഐ ഗ്ലോ. ഈ ഒരു ശ്രേണിയിലേക്ക് ഈ കഴിഞ്ഞ 2023 ഫെബ്രുവരി മാസം 14-ാം തീയതി കമ്പനി ലോഞ്ച് ചെയ്ത വളരെ ഇന്നോവേറ്റീവും കോംപ്രഹെൻസീവും ആയിട്ടുള്ള ഒരു വെൽനസ് പ്രോഡക്റ്റ് ആണ് ഐ ഡ്വൽ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ചിയർഫുൾ എന്ന ഒരു ടാഗ് ലൈനോട് കൂടി വരുന്ന ഈ ഒരു ഉൽപ്പന്നത്തെ പറ്റി വളരെ ബ്രീഫ് ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. സോ അബൌട്ട് ഐ ഡ്വൽ ഗമ്മീസ്, ഇതൊരു കോംപ്രഹെൻസീവ് വെൽനസ് സൊല്യൂഷൻ ആണ്. അതായത് ഒരു ഗമ്മീസ്, അതായത് മിഠായിയുടെ ഫോർമുലയിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ക്വാളിറ്റി പ്രീമിയം ഇൻഗ്രീഡിയൻസ്, അതും ആയുർവേദ ഇൻഗ്രീഡിയൻസിനാൽ ബ്ലെൻഡ് ചെയ്യപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് ഐ ഡ്വൽ ഗമ്മീസ്. ഇത് റീസെന്റ് നമുക്ക് കമ്പനിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ബോക്സിനകത്ത് 4 ജാറുകളിൽ 4 വ്യത്യസ്ത പർപ്പസിനുള്ള 4 വ്യത്യസ്ത ഫ്ലേവേഴ്സിനുള്ള ഗമീസ് ആണ് ഇത് മാർക്കറ്റിൽ ഇന്ന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ 4 വ്യത്യസ്ത പർപ്പസ് എന്ന് പറയുന്നത്, ഒന്ന് മൈൻഡ് ഹെൽത്ത്, നമ്മുടെ മാനസിക ആരോഗ്യത്തിനും ബ്രെയിൻ ഡെവലപ്മെന്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. 2 വിഷൻ, നമ്മുടെ കണ്ണിന്റെ ഐ ഹെൽത്തിനെ, വിഷൻ ഹെൽത്തിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു. 3 ഡൈജഷൻ, നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ട വെൽനെസ്സിനെ, ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. 4 ലിവർ ഫംഗ്ഷൻ, ലിവർ ഹെൽത്തിനെ, നമ്മുടെ ഹെപ്പറ്റൈറ്റിക് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന 4 വ്യത്യസ്ത പ്രോപ്പർട്ടീസ് ഉള്ള 4 ഗമ്മീസ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്ത് 30 യൂണിറ്റുകൾ, 30 ഓരോ പർപ്പസിനുമുള്ള 30 യൂണിറ്റുകൾ അടങ്ങുന്ന 120 ഗമ്മീസ് ആണ് ഒരു ബോക്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഈ ഒരു ഗമ്മീസ് അവൈലബിൾ ആയിരിക്കുന്ന ആ 4 ഫ്ലേവേഴ്സിനെ നമുക്ക് വളരെ ബ്രീഫ് ആയിട്ട് പരിചയപ്പെടാം. ആദ്യത്തേത് മൈൻഡ് ഗമ്മീസ് ആണ്. ഐ ഡ്വൽ മൈൻഡ് ഗമ്മീസ്. അതായത് ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ സാധിക്കും, മാനസിക ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും അതോടൊപ്പം നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെയൊക്കെ സഹായിക്കുന്നത് നമ്മുടെ മൈൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽനസ് സപ്ലിമെന്റ് ആണ് മൈൻഡ് ഗമീസ്. പേര് പോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി, മൈൻഡ് ഗമീസ്. രണ്ടാമത്തെ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ഓഫ്ത ഗമീസ് ആണ്. ഓഫ്ത ഗമീസ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടും കണ്ണിന്റെ ആരോഗ്യത്തിനും വേണ്ടിയിട്ട്, ഓഫ്ത ആ വേർഡിനകത്ത് തന്നെ മീനിങ് ഉണ്ട്. ഓഫ്ത മീൻസ് കണ്ണ്, കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗമീസ് ആണ് ഓഫ്ത ഗമീസ്. ആൻഡ് തേർഡ് വൺ ഈസ് ഗട്ട് ഗമീസ്. ഗട്ട് നമുക്കറിയാം, നമ്മുടെ കുടൽ, ഇന്റർസ്റ്റൈൻ, നമ്മുടെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവയവങ്ങൾ, അവയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഗട്ട് ഗമീസ്. ആൻഡ് ഫൈനൽ ഗമീസ് ഹെപ്പറ്റോ ഗമീസ്. ഹെപ്പറ്റോ പേര് പോലെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ലിവറുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഈ ലിവറിന്റെ, നമ്മുടെ സമ്പൂർണ്ണമായിട്ടുള്ള കരളിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗമീസ് ആണ് ഹെപ്പറ്റോ ഗമീസ്. ഇനി ഈ 4 ഗമീസിന്റെയും ഓരോന്നിന്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണ്, പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇൻഗ്രീഡിയൻസ് എന്താണ് എന്ന് വളരെ ബ്രീഫ് ആയിട്ട് നോക്കാം. ആദ്യത്തത് മൈൻഡ് ഗമീസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യത്തിനും നമ്മുടെ തലച്ചോറിന്റെ അതുപോലെ തന്നെ ഡെവലപ്മെന്റിനും ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒക്കെ സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് മൈൻഡ് ഗമ്മീസ്. അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്ട്രെസ് റിഡക്ഷൻ, നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടായിരിക്കും. അതായത് ഹെൽപ്സ് ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ബൈ റെഗുലേറ്റിംഗ് സ്ട്രെസ് റെസ്പോൺസ് ആൻഡ് ഇംപ്രൂവിംഗ് ബ്രെയിൻ ഫംഗ്ഷൻ. ബ്രെയിൻ ഫംഗ്ഷനെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ് റെസ്പോൺസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്ത് ആങ്സൈറ്റിയും ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ മാനേജ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടാവും മൈൻഡ് ഗമ്മീസ്. അതോടൊപ്പം തന്നെ കോഗ്നിറ്റീവ് സപ്പോർട്ട്, മാനസിക ആരോഗ്യത്തിനും നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനും, ചെറിയ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർമ്മ ഫീഡ് ചെയ്യാനും, അത് റിവൈൻഡ് ചെയ്യാനും, റീകളക്ട് ചെയ്യാനും, നോളജ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ടാവും നമ്മുടെ മൈൻഡ് ഗമ്മീസ്. അതോടൊപ്പം ഇമ്മ്യൂൺ മോഡുലേഷൻ, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ എൻകറേജ് ചെയ്യുന്നുണ്ടായിരിക്കും, സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതോടൊപ്പം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്ലീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പല ആളുകളുടെയും ഇന്നൊരു ബുദ്ധിമുട്ടാണ്, ഉറങ്ങാൻ കടന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് എണീക്കുന്നതിന് പകരം വീണ്ടും ക്ഷീണമാണ്. അതേസമയം മൈൻഡ് ഗമ്മീസ് നമ്മൾ ഐഡോയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഉറങ്ങാൻ കിടന്നു ഉറങ്ങി എഴുന്നേൽക്കുന്ന വരെ നല്ല ക്വാളിറ്റി ഡീപ് സ്ലീപ്പ് കിട്ടിയും എണീക്കുമ്പോൾ നമ്മൾ നല്ല റിഫ്രഷ്ഡ് ആയിട്ട് എണീക്കാനൊക്കെ സഹായിക്കുന്നുണ്ടാവും. സ്ട്രെസ്സിനെയും ഒക്കെ കുറച്ചുകൊണ്ട് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്സിഡേഷൻ, നമ്മുടെ ബ്രെയിൻ സെൽസിനൊന്നും ഓക്സിഡേഷൻ സംഭവിക്കാതിരിക്കാനും അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ നമ്മുടെ മൈൻഡ് ഗമ്മീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിനായിട്ട് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നൽകുന്നത് മൈൻഡ് ഗമ്മീസിലെ പ്രധാനപ്പെട്ട ഈ കാണപ്പെടുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ബ്രഹ്മി പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ തന്നെ അശ്വഗന്ധ, അതുപോലെ തന്നെ വയമ്പ്, നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന വയമ്പാണ്, ജഡാമഞ്ചി, ശംഖുപുഷ്പം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആയുർവേദിക് ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ്, സുപ്പീരിയർ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഐഡ്വൽ മൈൻഡ് ഗമ്മീസിനകത്ത് അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ മൂവിംഗ് ടു ദ സെക്കൻഡ് ഗമ്മി, ഐഡ്വൽ ഓഫ് ദ ഗമ്മീസ്.
ഓഫ് ദ പേര് പറഞ്ഞ പോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗമീസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്തി ഐസ് ആൻഡ് കളർ പെർസ്പേഷന് വേണ്ടിയിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ നമ്മുടെ നൈറ്റ് വിഷൻ, കണ്ണ് രാത്രി നമ്മുടെ കാഴ്ചശക്തി ഇംപ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ടായിരിക്കും. പ്രൊമോട്ട് ഓവറോൾ ഐ ഹെൽത്ത്, കണ്ണിന്റെ പൂർണ്ണമായിട്ടുള്ള കൃഷ്ണമണിയുടെ ആരോഗ്യത്തിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ന്യൂട്രലൈസ് ഹാംഫുൾ ഫ്രീ റാഡിക്കൽസ്, അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് അനാവശ്യമായിട്ടുള്ള റേഡിയേഷൻസും കണ്ണിനെ അഫക്ട് ചെയ്യാതിരിക്കാനും അതോടൊപ്പം ഫ്രീ റാഡിക്കൽസിനെയൊക്കെ, ഹാംഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ നമ്മുടെ ഓഫ് ദ ഗമ്മീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എസ്പെഷ്യലി ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഡിജിറ്റൽ യുഗമാണ്. നമ്മൾ സദാസമയം മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം ഈ ഒരു റേഡിയേഷൻസ് നിന്നൊക്കെ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ടാവും നമ്മുടെ ഐഡൽ ഓഫ് ദ ഗമീസ്. സോ ഈ ഒരു ഗമീസിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ലൂട്ടിൻ ആണ്. ലൂട്ടിൻ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദെൻ ബീറ്റാ കാരോട്ടിൻ ഉണ്ട്. അതോടൊപ്പം തന്നെ അസ്പരാഗസ്, ശതാവരി ഉണ്ട്. താമരയിൽ നിന്ന്, ലോട്ടസിൽ നിന്ന് എടുക്കുന്ന ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് ആയുർവേദിക് ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഐഡൽ ഓഫ് ദ ഗമ്മീസിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. സോ മൂവിംഗ് ടു ദ തേർഡ് ഗമ്മി, ഇറ്റ്സ് നൺ അതർ ദാൻ ഐഡൽ ഗെറ്റ് ഗമ്മീസ്. ഗെറ്റ് മീൻസ് നമ്മുടെ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട ഇൻറ്റസ്റ്റൈൻ, ആ ഒരു കുടൽ, അതിന്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗമ്മിയാണ്. സപ്പോർട്ട് ഹെൽത്തി ഡൈജഷൻ. ഐഡൽ ഗെറ്റ് ഗമ്മീസിനകത്ത് അടങ്ങിയിരിക്കുന്ന ത്രിഫലയും ലിക്രോയ്സ്, ഇരട്ടിമധുരവും അതോടൊപ്പം കറുകപ്പട്ടയും ബ്ലാക്ക് പെപ്പറും നമ്മുടെ കുരുമുളകും ജിഞ്ചർ, ഇഞ്ചിയും ഒക്കെ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ദഹനത്തെയും നമ്മുടെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് റെഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ടാവും. നമ്മുടെ ഗട്ട് ഹെൽത്തിനും റെജുനേഷനും, ഗട്ട് സെൽസിന്റെ റെജുനേഷനൊക്കെ പ്രോപ്പറായിട്ട് സഹായിക്കുന്നുണ്ടാവും. അതോടൊപ്പം ഓക്സിഡേഷനിൽ നിന്നും നമ്മുടെ കുടലിനെ സഹായിക്കുകയും അതോടൊപ്പം ആന്റി ഇൻഫ്ലമേറ്ററി, വീക്കം ഉണ്ടാവാതിരിക്കാനൊക്കെ സഹായിക്കുന്നുണ്ടാവും. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും ഇൻഫ്ലമേഷനിൽ നിന്നൊക്കെ നമ്മുടെ ഗട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ഐഡൽ ഗട്ട് ഗമ്മി സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ എൻഹാൻസ് ഗ്യാസ്ട്രിക് മ്യൂക്കസ് സെക്രീഷൻ, നമ്മുടെ കുടലിൽ ഒരു ആവരണമായിട്ട്, ഗട്ട് ലൈനിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഗ്യാസ്ട്രിക് മ്യൂക്കസിനെ, അതിന്റെ സെക്രീഷനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഒരു ആവരണമായിട്ട്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട്, കുടലിന് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഐഡൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടായിരിക്കും. അതോടൊപ്പം നമ്മുടെ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ കുടലിനെ ക്ലീൻ ചെയ്യാനും ക്ലീനിങ് പ്രോസസ്സിനും നമ്മുടെ ഐഡൽ ഗെറ്റ് ഗമ്മീസ് സഹായിക്കുന്നുണ്ടാവും. അതിനായിട്ട് ഐഡൽ ഗെറ്റ് ഗമ്മീസിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ഫസ്റ്റ് ഓഫ് ഓൾ ത്രിഫല ആണ്. പണ്ട് കാലം തൊട്ട് ആയുർവേദത്തിൽ യൂസ് ചെയ്തു വരുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു കൂട്ടുകളിൽ ഒന്നാണ് ത്രിഫല. അതോടൊപ്പം ലെക്രൈസ്, ഇരട്ടിമധുരം, തകര, കറുകപ്പട്ട, അതുപോലെ നമ്മുടെ പെപ്പർ, കുരുമുളക്, ഇഞ്ചി, ഇതൊക്കെയാണ് ഈ ഒരു ഐഡൽ ഗെറ്റ് ഗമ്മീസിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. സോ മൂവിംഗ് ടു ദ ഫോർത്ത് ഗമ്മീസ്, ഐഡൽ ഹെപ്പറ്റോ ഗമ്മീസ്. ഈ ഒരു ഹെപ്പറ്റോ ഗമ്മീസ് പേര് പോലെ തന്നെ നമ്മുടെ ലിവറിന്റെ, കരളിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗമ്മീസ് ആണ്. സപ്പോർട്ട് ലിവർ ഹെൽത്ത്, നമ്മുടെ ഇന്ത്യൻ ഗൂസ്ബെറി, അതായത് അംല, അതോടൊപ്പം കുർക്കുമിൻ, മഞ്ഞള്, ഇവയൊക്കെ നമ്മുടെ കരളിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതോടൊപ്പം ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും ടോക്സിക് ഏജൻസിൽ നിന്നൊക്കെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഷീൽഡ് ആയിട്ട് ഇതിന്റെ ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടി ഒരു ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, കരളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഐഡൽ ഗമ്മീസിനകത്തുള്ള, ഹെപ്പറ്റോ ഗമ്മീസിനകത്തുള്ള കുർക്കുമിന്റെ ബയോ അവൈലബിൾ ആയിട്ടുള്ള ഫോം, അത് നമ്മുടെ ഹോർമോൺ റെഗുലേഷനെയും ഫാറ്റ് ഡൈജഷനെയും ന്യൂട്രിയൻസിന്റെ സ്റ്റോറേജിനെയും റിലീസിനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് കരളിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടത്താനായിട്ട് കരളിനെ സഹായിക്കുന്നുണ്ടാവും ഐഡൽ ഹെപ്പറ്റോ ഗമ്മീസ്. അതോടൊപ്പം തന്നെ നമ്മുടെ ലിവറിന്റെ ഇൻഫ്ലമേഷനെയും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നൊക്കെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഗമ്മിക്കകത്ത് അടങ്ങിയിരിക്കുന്ന ഗൂസ്ബെറിയും ഒക്കെ സഹായിക്കുന്നുണ്ടാവും. സോ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് ബയോ ടർമറിക് കോംപ്ലക്സ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞളിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്ട്, അതോടൊപ്പം അംല, ഇന്ത്യൻ ഗൂസ്ബെറി, അതുപോലൊപ്പം തഴുതാമ, ചിത്താമൃത്, അതോടൊപ്പം തന്നെ കീഴാർനെല്ലി, ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഐഡൽ ഹെപ്പറ്റോ ഗമ്മീസിനകത്ത് അടങ്ങിയിരിക്കുന്നത്. സോ ഇനി എങ്ങനെയാണ് ഐഡൽ യൂസ് ചെയ്യേണ്ടത്? ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പറഞ്ഞാൽ, ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ് ഗമ്മീസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഏർലി മോർണിംഗ് നമ്മൾ ഒരു മൈൻഡ് ഗമ്മി കഴിക്കണം. ജസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിഠായികളാണ്, ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഒരു മൈൻഡ് ഗമ്മി കഴിക്കുക. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ കഴിക്കേണ്ട ഓഫ് ദ ഗമ്മീസ് ആണ് അലോങ് വിത്ത് ദ ബ്രേക്ക്ഫാസ്റ്റ്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനോടൊപ്പം വേണം നമ്മൾ ഓഫ്ത ഗമീസ്, കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗമീസ് കഴിക്കാൻ. കാരണം അതിനകത്ത് വൈറ്റമിൻ എ, വൈറ്റമിൻ സി റിച്ച് ആണ്. ഇവ ഭക്ഷണത്തിന്റെ ഇൻടേക്കിനോടൊപ്പം ആയിരിക്കണം അതിന്റെ അബ്സോർഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം വേണം ഓഫ്ത ഗമീസ് കഴിക്കാനായിട്ട്. ദെൻ ഗട്ട് ഗമീസ് കഴിക്കേണ്ടത് നമ്മൾ ഉച്ചഭക്ഷണം ലഞ്ച് കഴിക്കുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പായിട്ടാണ് ഗട്ട് ഗമീസ് കഴിക്കേണ്ടത്. അത് ആ ഒരു ഗമീസ് കഴിക്കുമ്പോൾ നമ്മുടെ ഗട്ടിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും, സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ ഒക്കെ നടക്കാനായിട്ട്. ഇപ്പം ഗട്ട് ഗമീസ് കഴിക്കേണ്ട സമയം ഉച്ചഭക്ഷണത്തിന് 30 മിനിറ്റ് മുമ്പാണ്. ആൻഡ് ദ എൻഡ് ഓഫ് ദ ഡേ, ആ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബിഫോർ സ്ലീപ്പ്, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഹെപ്പറ്റോ ഗമീസ്. രാത്രി ഒരുപാട് മെറ്റബോളിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഡീടോക്സിഫിക്കേഷനും ഒക്കെ നമ്മുടെ ലിവറിനകത്ത് നടക്കുന്നുണ്ടാവും. ഈ പ്രോസസ്സിനെയൊക്കെ സുഗമമാക്കാനായിട്ട് ലിവറിന് വേണ്ടിയിട്ടുള്ള ഹെപ്പറ്റോ ഗമീസ് നമ്മൾ എൻഡ് ഓഫ് ദ ഡേ ബിഫോർ സ്ലീപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ മൂവിങ് ടു ദ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഓരോ ഗമീസിന്റെയും 30 യൂണിറ്റ് വെച്ച് 120 യൂണിറ്റ് ആണ് ഒരു ബോക്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ 4 ഫ്ലേവേഴ്സിനും ഓരോ ഗമീസ് അല്ലെങ്കിൽ ഈ 2 ഗമീസ് വെച്ച് ഒരു അഡാൽറ്റിന് യൂസ് ചെയ്യാം. ഈ 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 15 ഡേയ്സ് ഒരു ബോക്സ് നമുക്ക് കൺസ്യൂം ചെയ്യാനുണ്ടാവും. ഓരോന്നാണെങ്കിൽ 30 ഡേയ്സ് ഒരു ബോക്സ് കൺസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും. സ്റ്റോർ ചെയ്യേണ്ടത് നമുക്ക് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിൽ താഴെ ആയിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. കൂൾ ആയിട്ടുള്ള, ഡ്രൈഡ് ആയിട്ടുള്ള, നല്ല ഉണങ്ങിയ പ്രതലത്തിൽ, നനവുള്ള ഭാഗങ്ങളിൽ സൂക്ഷിക്കാൻ പാടില്ല. ഡു നോട്ട് റിഫ്രിജറേറ്റ്, അതായത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല. നമ്മൾ ഐസ്ലിമൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത എവിടെയെങ്കിലും നമുക്ക് വെച്ച് സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടാവും. ദെൻ ഇതിനോടൊപ്പം മറ്റു പാലോ ചായയോ കാപ്പിയോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് വെള്ളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഗമീസിനോടൊപ്പം. പാൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഇനി ചായയോ കാപ്പിയോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഗമീസ് കഴിക്കുന്നതിന് ഒരു 30 മിനിറ്റ്സ് മുമ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗമീസിനും ഫുഡിനുമായിട്ട് അല്ലെങ്കിൽ ചായക്കും കാപ്പിക്കുമായിട്ട് ഒരു 30 മിനിറ്റെങ്കിലും ഒരു ഗ്യാപ്പ് അകലം പാലിക്കേണ്ടതുണ്ട്. ഓക്കെ, 30 മിനിറ്റ്സ് പ്രയർ ആയിട്ട് നിങ്ങൾക്ക് ബിഫോർ ടീ ഓർ കോഫി നമുക്ക് എടുക്കാൻ, ഐക്കുട്ടലിൽ 30 മിനിറ്റ്സ് മുമ്പായിട്ട് ടീ ഓർ കോഫി എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഗ്ലൂട്ടൻ അഥവാ ആഡഡ് ഷുഗർ ഉണ്ടോ എന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഗ്ലൂട്ടൻ ഫ്രീ ആണ്, അതോടൊപ്പം നോ ആഡഡ് ഷുഗർ ആണ്. പ്രത്യേകിച്ച് ആഡഡ് ഷുഗറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പ്രിസർവേറ്റീവ്സ് ആഡ് ആവുന്നു. അലൗഡ് ആയിട്ടുള്ള നമ്മുടെ സെമി സിന്തറ്റിക് ആയിട്ടുള്ള പൊട്ടാസ്യം സോർബേറ്റ് അനുവദനീയമായിട്ടുള്ള തോതിൽ മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ദെൻ സർട്ടിഫിക്കേഷൻ, ഓഫ് കോഴ്സ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളെയും പോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റും ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇതിന്റെ ഷെൽഫ് ലൈഫ് ആണ് അറൌണ്ട് 1 ഇയർ. നമുക്ക് മാനുഫാക്ചറിംഗ് ഡേറ്റിൽ നിന്നും 1 വർഷം വരെ ഈ ഒരു പ്രൊഡക്റ്റ് സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. പിന്നെ ഒരു ജനറൽ ഡിസ്ക്ലൈമർ ആണ്, ഐഡോയിൽ ഒരിക്കലും ഒരു സർജിക്കൽ പ്രൊസീജിയറിനോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിനോ റീപ്ലേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മരുന്നുകൾക്ക് പകരമല്ല. ഇറ്റ്സ് ഓൺലി എ വെൽനസ് സപ്ലിമെന്റ്, പ്രൊപ്രൈറ്ററി ആയുർവേദിക് സപ്ലിമെന്റ്സ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ ഒരിക്കലും ഒരു മെഡിക്കൽ യൂസിനോ ഡയഗ്നോസ് പർപ്പസിനോ പകരമല്ല, മറിച്ച് നമ്മുടെ വെൽനസിന്, ഹെൽത്തിന് വേണ്ടിയിട്ട്, കണ്ണിന്റെയും ബ്രെയിനിന്റെയും കുടലിന്റെയും കരളിന്റെ ഒക്കെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാത്രമാണ്, മെഡിസിന് പകരമല്ല. സോ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.